രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴല്ല ഇതേപോലെയൊക്കെ വെള്ളയപ്പത്തിന്റെ ബാറ്ററി റെഡി ആയിട്ട് നിൽക്കണ കണ്ടാല് നല്ലോണം തന്നെ അങ്ങോട്ട് അഹങ്കരിക്കുക. നമ്മൾ ഉണ്ടാക്കിയാലും ബാറ്ററൊക്കെ റെഡി ആവുന്നേ. എങ്ങനെ മാവാട്ടി വെച്ചാലും എൻ്റെ അപ്പത്തിന്റെ ബാറ്റർ മാത്രം എന്താ റെഡി ആവാത്തതെന്ന് ആലോചിച്ചിരിക്കുന്നത്. പുതിയതായിട്ട് അടുക്കളയിൽ കയറുന്ന കുട്ടീസൊക്കെ ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ട് നല്ല ഈസി പീസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പൊ നമ്മളുടെ ഈ ഒരു വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 1.5 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ടാ. എന്നിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് കഴുകി വാരി നേരെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ 3 പിടി ചോറാട്ട ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ തുടങ്ങി 1/2 ടീസ്പൂൺ വരെ ഈസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, പിന്നെ ഇത് അരഞ്ഞിട്ടാനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം കൂടെ അടിച്ചിട്ട് മാവ് ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഒഴിച്ച് സമാധാനത്തിൽ അങ്ങനെ നീക്കി വെച്ചോ. നമ്മുടെ ഓരോ നാട്ടിലെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ഇത് പൊങ്ങാനെടുക്കുന്ന സമയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം അങ്ങോട്ടും കൂടെ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബാറ്ററി ഇതേപോലെ നല്ലോണം അങ്ങോട്ട് റെഡി ആയിട്ട് വന്നാൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഒന്നും കൂടെ നേരം മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം മാത്രം അപ്പം ചുട്ട് തുടങ്ങിയാൽ മതിട്ടാ. പിന്നെ ഈ അപ്പം ചുടുന്ന സമയത്ത് പാൻ്റെ ചൂട് ഭയങ്കര ചൂടാണെങ്കിൽ ഇത് ഇങ്ങനെ കറങ്ങൊന്നുമില്ല, മാവ് വെറുതെ ഇങ്ങനെ തുള്ളി കളിക്കുള്ളൂ. നമ്മൾ ഈ ബാറ്ററിലെ പഞ്ചസാര ചേർത്തതുകൊണ്ടാട്ടോ അവരുടെയൊക്കെ ഇതേപോലെ ഗോൾഡ് കളറൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ചിലവർ അപ്പം ചുടുമ്പോൾ ഈ അപ്പത്തിന്റെ നടുക്ക് ഒരു ഇത്തിരി കട്ടിയിൽ അങ്ങോട്ട് വെക്കും. അങ്ങനെ വേണമെങ്കിൽ കുറച്ചധികം മാവ് ഒഴിച്ച് അങ്ങോട്ട് സെറ്റ് ആക്കിയാൽ മതി. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. നല്ല കറുപുറ ക്രിസ്പിയിലിരിക്കണം നമ്മുടെ അപ്പമൊക്കെ. കറി ഒഴിച്ചാലും കറി ഒഴിക്കാണ്ടൊക്കെ കഴിച്ചാലും ഇങ്ങനെ കിറു കിറു എന്നുള്ളൊരു സൗണ്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം. അതല്ലേ ആ ഒരു അപ്പം കഴിക്കേണ്ടതിൻ്റെയൊക്കെ ഒരു ഗുമ്മെന്ന് പറഞ്ഞാൽ തന്നെ.